വി.ഡി. സതീശൻ സ്വീകരിച്ചത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാടെന്ന് എം.വി. ഗോവിന്ദൻ. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഗത്യന്തരമില്ലാതെയാണ് രംഗത്തെത്തിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാടാണ് വി.ഡി. സതീശൻ കേരളത്തിൽ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ സംസാരിച്ചത്. പ്രതിഷേധിക്കുന്ന ആളുകൾക്കെതിരെ സംഘപരിവാർ രംഗത്ത് വരുന്നു. അവരുടെ വീടുകളിലേക്ക് പ്രതിഷേധം നടത്തുന്നു. പ്രശസ്ത വ്യക്തികൾക്കെതിരായ ഭീഷണിയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കേരളത്തിന് സാധിക്കും. കോൺഗ്രസ് വളരെ വൈകിയാണ് സമരത്തിനെത്തിയത്. ഗത്യന്തരമില്ലാതെയാണ് കോൺഗ്രസ് രംഗത്തിറങ്ങിയത്. കോൺഗ്രസ് ആദ്യമൊന്നും ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല. BJPയുമായി ഒത്തുചേർന്നാണ് സമരമെന്നാണ് പരസ്യമായി പറഞ്ഞത്. അവസാന ഘട്ടത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ രംഗത്തിറങ്ങി. അത് നല്ലത് തന്നെയാണ്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും പ്രക്ഷോഭത്തെ സഹായിക്കാനും കേരളത്തിലെ എല്ലാ ഐക്യദാർഢ്യ പരിപാടികൾക്കും പിന്തുണ നൽകാനും CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരെ സംസ്ഥാന കമ്മിറ്റി അഭിവാദ്യം ചെയ്തു. ജന്തർ മന്ദറിൽ CJPയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പോരാട്ടമായി മാറുകയാണെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ അടിച്ചമർത്തലുകളെ അതിജീവിച്ചാണ് പുതിയ തലമുറ സമരം തുടരുന്നത്. ഈ മുന്നേറ്റം സംഘപരിവാർ ശക്തികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. പുതുതലമുറ അരാഷ്ട്രീയരാണെന്ന പൊതുബോധത്തെ തന്നെ മാറ്റിമറിക്കാൻ പ്രക്ഷോഭത്തിന് കഴിഞ്ഞു. എത്ര വലിയ അടിച്ചമർത്തലുണ്ടായാലും ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നാണ് വിദ്യാർത്ഥികളും യുവാക്കളും തെളിയിച്ചത്. നിരായുധരായ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്കും ഷോക്ക് ബാറ്റണും ഉപയോഗിച്ചു. ഈ അതിക്രമങ്ങൾ ഇന്ത്യൻ ജനാധിപത്യ മനസാക്ഷിയെ എത്രത്തോളം അസ്വസ്ഥമാക്കിയെന്ന് സാംസ്കാരിക കലാസാമൂഹിക മേഖലകളിൽ നിന്ന് ഉയരുന്ന പിന്തുണ വ്യക്തമാക്കുന്നു. ടൊവിനോ തോമസ്, വിസ്മയ മോഹൻലാൽ, മമ്മൂട്ടി, മഞ്ജു വാര്യർ, ദുൽഖർ സൽമാൻ, ആസിഫ് അലി, ജോജു ജോർജ്, ഭാവന, കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത് തുടങ്ങി നിരവധി പേർ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇവർക്കെതിരെ സംഘപരിവാർ ഭീഷണിയും അധിക്ഷേപവും നടത്തുകയാണെന്നും വീടുകളിലേക്ക് പോലും പ്രതിഷേധവുമായി എത്തുകയാണെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ കേരളത്തിൽ ശക്തമായ പ്രതിരോധം ഉയരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പാർട്ടിയെ പുതുക്കിപ്പണിയുമെന്നും ഇനിയങ്ങോട്ട് അടിമുടി മാറ്റമുണ്ടാകുമെന്നുമുള്ള പ്രഖ്യാപനം എം.വി. ഗോവിന്ദൻ നടത്തി. സംഘടനാപരവും പ്രത്യയശാസ്ത്രപരവുമായ മാറ്റങ്ങൾ ചർച്ച ചെയ്യുമെന്നും ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മേൽഘടകം മുതൽ കീഴ്ഘടകം വരെയുള്ളവരുടെ അഭിപ്രായം ശേഖരിച്ചു. ഇനി അങ്ങോട്ട് പാർട്ടിയെ നയിക്കാൻ അടിമുടി മാറ്റം വരും. പാർട്ടിയെ പുതുക്കി പണിയുകയാണ് ലക്ഷ്യം. അതേസമയം PK ശ്രീമതിക്കെതിരായ വ്യാജ വാർത്തയിലും അദ്ദേഹം പ്രതികരിച്ചു. വ്യാപകമായി പ്രചാരവേല നടത്താൻ ചിലർ മത്സരിക്കുകയാണെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. വ്യാജവാർത്ത നൽകുന്നതിന് യാതൊരു ജാള്യതയുമില്ല. നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു.